വചനവീഥിയിലൂടെ ഫാദർ ജെ.ബി. പുത്തൂർ. വിശുദ്ധ ലൂക്കാ രചിച്ച നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 10, 21 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ. യേശു ആത്മാവിൽ ആനന്ദിക്കുന്നു. ആ സമയം തന്നെ പരിശുദ്ധാത്മാവിനാൽ ആനന്ദിച്ച് അവൻ പറഞ്ഞു: സ്വർഗത്തിന്റെയും ഭൂമിയുടെയും കർത്താവായ പിതാവേ, അവിടത്തെ ഞാൻ സ്തുതിക്കുന്നു. എന്തെന്നാൽ അങ്ങ് ഇവ ജ്ഞാനികളിൽ നിന്നും ബുദ്ധിമാന്മാരിൽ നിന്നും മറച്ചു വെക്കുകയും ശിശുക്കൾക്ക് വെളിപ്പെടുത്തുകയും ചെയ്തു. അതേ പിതാവേ, അതായിരുന്നു അവിടത്തെ അഭീഷ്ടം. എല്ലാ കാര്യങ്ങളും പിതാവ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. പുത്രൻ ആരെന്ന് പിതാവല്ലാതെ ആരും ഗ്രഹിക്കുന്നില്ല. പിതാവാരെന്ന് പുത്രനും, പുത്രൻ ആർക്ക് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുവോ അവനുമല്ലാതെ മറ്റാരും ഗ്രഹിക്കുന്നില്ല. അവൻ ശിഷ്യന്മാരുടെ നേരെ തിരിഞ്ഞ് അവരോട് മാത്രമായി പറഞ്ഞു: നിങ്ങൾ കാണുന്നവ കാണുന്ന കണ്ണുകൾ ഭാഗ്യമുള്ളവ. എന്തെന്നാൽ ഞാൻ പറയുന്നു, അനേകം പ്രവാചകന്മാരും രാജാക്കന്മാരും നിങ്ങൾ കാണുന്നവ കാണാൻ ആഗ്രഹിച്ചു, എങ്കിലും കണ്ടില്ല. നിങ്ങൾ കേൾക്കുന്നവ കേൾക്കാൻ ആഗ്രഹിച്ചു, എങ്കിലും കേട്ടില്ല. ജീവിതത്തെ പരിവർത്തനപ്പെടുത്താനുതകുന്ന ദൈവികാനുഭവങ്ങൾ. സാധാരണയിൽ കവിഞ്ഞ പ്രത്യേകമായ ദൈവ അനുഭവ ആസ്വാദന സമയങ്ങൾ യേശുവിന്റെ ജീവിതത്തിൽ പലപ്പോഴും ഉണ്ടായിട്ടുള്ളതായിട്ട് നാം സുവിശേഷങ്ങളിൽ കാണുന്നു. ഒരിക്കൽ യേശുവിന്റെ രൂപവും ഭാവവും വ്യത്യാസപ്പെട്ട് ദൈവ അനുഭവത്തിലേക്ക് യേശു എടുക്കപ്പെട്ട് ആ നിമിഷങ്ങളെ സംബന്ധിച്ച് സുവിശേഷങ്ങളിൽ നാം വായിക്കാനിടവരുന്നു. മറുരൂപാന്തരീകരണം എന്ന പേരിൽ. ഇതുപോലെ ഒരു അനുഭവം ആയിരിക്കണം ഇന്നത്തെ സുവിശേഷത്തിന്റെ പശ്ചാത്തലത്തിൽ യേശുവിന്റെ ജീവിതത്തിൽ ഉണ്ടായത് എന്ന് ധരിക്കുന്നതിൽ തെറ്റില്ല. ദൈവികമായിട്ടുള്ള ആ അനുഭവത്തിലേക്ക് എടുക്കപ്പെട്ട ഒരു പ്രതീതിയാണ് യേശുവിന് ഈ നിമിഷം ഉണ്ടാകുന്നത് എന്ന് വേണം നാം മനസ്സിലാക്കാൻ. പിതാവിനോട് പുത്രൻ സല്ലപിക്കുന്ന ഒരു പ്രത്യേക സ്ഥിതിവിശേഷം, എല്ലാം മറന്നുകൊണ്ട് തന്നെ പിതാവും പുത്രനും തമ്മിലുള്ള ഒരു ആശയവിനിമയം നടക്കുന്ന സമയം എന്ന് നമുക്ക് ധരിക്കാവുന്ന അമൂല്യമായിട്ടുള്ള നിമിഷങ്ങളായിരുന്നു യേശുവിനെ അത്. യേശു അതിലൂടെ വ്യക്തമാക്കുന്നു, ലോകത്തിലെ ബുദ്ധിമാന്മാർക്കും ജ്ഞാനികൾക്കും മനസ്സിലാക്കാൻ ഇടവരാത്ത പല സത്യങ്ങളും ദൈവം ബുദ്ധികൂർമ്മതയും ജ്ഞാനശക്തിയും ഇല്ലാത്ത സാധാരണക്കാർക്ക് അവരുടേതായിട്ടുള്ള തുറന്ന മനസ്ഥിതിയും നിഷ്കളങ്കമായിട്ടുള്ള ജീവിതത്തിലൂടെയും വെളിപ്പെടുത്താൻ ഇടവരുന്നു എന്നുള്ള യാഥാർത്ഥ്യം യേശു ഇവിടെ പ്രസ്താവിക്കുകയാണ്. അതേ തുടർന്നുകൊണ്ട് തന്റെ ശിഷ്യന്മാരോട് മാത്രമായിട്ട് യേശു പറയുന്നു, നൂറ്റാണ്ടുകളായിട്ട് മനുഷ്യവർഗം ആഗ്രഹിച്ച് കൊണ്ടിരുന്നതാണ് ലോകത്തിന്റെ രക്ഷയ്ക്കായിട്ട് പിറക്കാനുള്ള ഒരു ദിവ്യ ചൈതന്യത്തെ സംബന്ധിച്ച്. പക്ഷേ അതൊന്നും അവർക്ക് ദർശിക്കാനോ അവർക്ക് അനുഭവിക്കാനോ ഇടവന്നില്ല. എന്നാൽ ശിഷ്യന്മാരോടായിട്ട് യേശു പറയുന്നു, നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഈ സാഹചര്യത്തിന്റെ യഥാർത്ഥ സ്വഭാവം നിങ്ങൾ മനസ്സിലാക്കി, അതിൻ്റെതായിട്ടുള്ള ഉദാത്തത മനസ്സിലാക്കി, അതിൻ്റെതായിട്ടുള്ള സവിശേഷത നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ ജീവിക്കാൻ ഇടവരികയാണെങ്കിൽ നിങ്ങൾ വലിയ ഭാഗ്യം ചെയ്തവരാണ്. പലർക്കും ലഭിക്കാൻ ആഗ്രഹിച്ചു എന്ന് വരികിലും അവർക്കൊന്നും ലഭിക്കാൻ ഇടവരാത്തതാണ് ഈ തരം അവസ്ഥാവിശേഷങ്ങൾ എന്ന് ശിഷ്യന്മാരെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇതുവഴി യേശു പുരുഷാന്തരങ്ങളിലൂടെ തന്നിൽ വിശ്വസിക്കുന്ന മക്കൾക്ക് വേണ്ടി ഒരു സന്ദേശവും പരോക്ഷമായ രീതിയിൽ നൽകുന്നതായിട്ട് വേണം ഇന്നത്തെ സുവിശേഷത്തിലൂടെ നാം മനസ്സിലാക്കാൻ. യേശു ഉദ്ദേശിക്കുന്ന കാര്യം ഇതായിരിക്കാം: നമ്മൾ ഓരോരുത്തരും ആയിരിക്കുന്ന ചുറ്റുപാടുകളിലും പരിതസ്ഥിതികളിലും കൂടെ നമുക്കായിട്ട് ലഭിക്കാനിടവരുന്ന സാഹചര്യങ്ങളുടെ ശ്രേഷ്ഠത മനസ്സിലാക്കി, അവസരങ്ങളുടെ നന്മകൾ മനസ്സിലാക്കി, അതിനനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കാനും ആ ജീവിതം അത് ആസ്വാദനകരമാക്കി തീർക്കാനും ഇടവരുത്തുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം ധന്യമാകും എന്നുള്ളതായിരിക്കാം ഇതിന്റെ സന്ദേശം.